ക്ലിയർ ഇല്ല, ഏതൊരു മക്കാമാണ്. കുബ്ബൊക്കെ കണ്ട ഭോപ്പാൽ. ഭോപ്പാലെത്തി. നല്ല ചായ കിട്ടി. മാഷാ അല്ലാഹ്. ഇത് ഭോപ്പാലിൽ വന്നു. ഭോപ്പാൽ കണ്ട, ഭോപ്പാൽ വന്നപ്പോൾ നല്ല ചായ. ഭോപ്പാൽ രാത്രി ഫുഡ് വേറെ വിഷയമുണ്ട്. ഫുഡ് ഇതിൻ്റെ കൂടെ ചോറുണ്ട്, ചോറും ചപ്പാത്തിയും. നോക്കിയെടുക്ക്. അപ്പം അങ്ങനെ ആഗ്രയിൽ ഇറങ്ങാൻ പോകുന്നു. അടുത്ത സ്റ്റോപ്പാണ് ആഗ്ര. അപ്പം ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കണം. പിന്നെ വണ്ടി ലേറ്റാണ്. 3 മണിക്ക് ആഗ്രയിൽ എത്തേണ്ടതാണ്. ഇപ്പോൾ 3:30 കാണിക്കണം. രാവിലെ കാണിച്ചപ്പോൾ നല്ല തണുപ്പ്. എണീറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. ചുമ, ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്, കൊണ്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. കുട്ടി അബ്ദുള്ളണ്ട് ഭയങ്കര കലിപ്പിലാണ്. നേരത്തെ എഴുന്നേറ്റേന് 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ ഭ്രാന്തിലാണ്. നമ്മുടെ ബാണ്ടൊക്കെ ഇട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഉള്ളക്കുട്ടി പിന്നെ സഞ്ചിയൊക്കെ ആയിട്ടാണ്, വിഷയമല്ല, കണ്ടറിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെ അവസ്ഥയാണ്. സ്റ്റേഷനെത്തിട്ടോ. വാ കുട്ടിയാജി പാട്. അങ്ങനെ ആഗ്രയിലെത്തിയില്ല കേട്ടോ. നമ്മൾ ആഗ്രയിലെത്തി റൂമിലേക്ക് പോകണം. വർക്കിംഗ് ആണോ? റൂമിലേക്ക് നടക്കുകയാണ്. ആകെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം റൂമിലേക്ക്. 5 മിനിറ്റ് നടക്കാനുള്ള ഉസ്താദ് പറഞ്ഞു. അതുപോലെ 5 മിനിറ്റ് നടക്കുകയാണ്. 5 മിനിറ്റ് നടക്കാനുള്ള അധികം നടക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നണത്. നമുക്ക് ഏതായാലും നമ്മുടെ ലഗേജ് വെച്ച് നോക്കുമ്പോൾ 1 മിനിറ്റ് വരെ നടക്കൽ ഭയങ്കര പ്രയാസമാണ്. നമ്മുടെ ലഗേജ് വെച്ച് നോക്കുമ്പോൾ ആഗ്ര റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി. ഞാൻ ആഗ്ര പെട്ടെന്ന് മതി. ആഗ്ര റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ടീംസൊക്കെ എത്തിയിട്ടേ. അങ്ങനെ ആഗ്രയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ റൂമിലേക്ക് നടക്കണം. 5 മിനിറ്റ് നടക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. 5 മിനിറ്റ് നടക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചധികം അങ്ങോട്ട് നടന്ന്. കാരണം ലഗേജൊക്കെ താങ്ങി പിടിച്ച് നടക്കണ്ടേ, 2 ആൾക്കാരുമായിട്ട് അങ്ങോട്ട് നടക്കണം. അങ്ങനെ ഇതിൻ്റെ ഇടയിലേക്കാണ് റൂമിലേക്ക് പോകേണ്ടത്. അങ്ങനെ റൂമിലേക്ക് കയറി ലഗേജൊക്കെ വെച്ച്, റൂം കിട്ടാച്ചിട്ട് താമസമായി. അങ്ങനെ ലഗേജൊക്കെ വെച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ആഗ്രയിൽ വന്നിട്ട് ചായ കുടിക്കാൻ മുട്ടിയിട്ട് ചായ കുടിച്ചത്. ഇത്ര ഗ്ലാസ് ഇച്ചിരി ഉള്ളൂ, ചെറിയ ഗ്ലാസ്. ആചാരുണ്ട്, ഭരിക്കുന്നു പ്ലേറ്റ്. കാഴ്ച ഞങ്ങൾ കാണിച്ചു തരാൻ വിട്ടുപോയി. ഓട്ടോറിക്ഷയ്ക്ക് നിറച്ചും തിങ്ങി നിറച്ച് 9 ആൾക്കാർ, 6 പെട്ടി മേലെ നിരത്തി വെച്ചിട്ട്. പക്ഷെ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരാളും കയറ്റാൻ പറ്റുമോ നോക്കേണ്ട. ഇയാളെ കയറില്ല എന്ന് പറഞ്ഞിട്ട് കയറ്റാൻ പറ്റുമോ നോക്കി. നേരത്തെ പോയ മേളിലൊക്കെ നിറച്ച് ലഗേജ് ആയിരുന്നല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ
എത്ര പേര്? 3-ൽ കൂടുതൽ ഓട്ടോറിക്ഷ ആളൊക്കെ 2-ല് 3 പറഞ്ഞാൽ അവർ പറയും പറ്റില്ല. ആ സാരല്ല, 3 അഡ്ജസ്റ്റ് ചെയ്താൽ 3 പേര് 6 പറ്റിയും. ആ മണ്ണ് അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഉണ്ട്, നമ്മുടെ ബോംബെ കഫേയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇവിടുന്ന് വന്നതാണെന്നാണ് ഇപ്പോഴും മനസ്സിലായത്. അപ്പോൾ ഇതിന്ന് കുടിച്ചു നോക്കി, മണ്ണ് ചുവച്ചിട്ട് ഒരു രക്ഷയില്ല. ചായയൊക്കെ ഇവിടെ ഇൻഡക്ഷൻ കുക്കറാണ്, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറാണ്. കറണ്ടാണ്. അപ്പോൾ ഗ്യാസിൻ്റെ ഭക്ഷണം നടക്കണതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിലാണ് ചായയൊക്കെ. അതെ, ആട്ടി എടുക്കേണ്ട ചായ, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട ചായ, ഇഞ്ചി മസാല ചായ, ഇഞ്ചി ഫുൾ വെറൈറ്റിയാണ്. ചട്ടി ചായ അല്ല, മൺചട്ടി അല്ലല്ല, മണ്ണ് ഗ്ലാസ്. ഈ ഗ്ലാസിൻ്റെ ഇതിനാ റേറ്റ് കൂടുതൽ, ഇതിൻ്റെ റേറ്റ് കുറവാണ്. ഇവിടെയൊക്കെ ഇൻഡക്ഷൻ കുക്കറാണ്. അതാ, എല്ലാവരും ഇൻഡക്ഷൻ കുക്കറാണ് ചായയിൽ. ഗ്യാസില്ല. നോ ഗ്യാസ് ഇൻഡക്ഷൻ കുക്കർ.